ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കേരള ഫ്രെയിംസ് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതായത് നമുക്ക് ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കുറച്ച് പരിചയപ്പെടുത്തലാവാമെന്ന് ഓർത്തിട്ടാണ്. എല്ലാവർക്കും അതിന് താല്പര്യമുള്ള ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ മേഖലയിലോട്ടും കൂടെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ കൊടുങ്ങൂരടുത്ത് ഉള്ള ഒരു വീടാണ്. അതിനകത്ത് നമ്മൾ നന്ദു ബിൽഡേഴ്സാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അത് ഫുള്ളെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ എല്ലാ മേഖലയിലും അവർ തന്നെയാണ് ചെയ്യുന്നത്. ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാം അവർ തന്നെ ചെയ്യുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഭവനം. നമുക്ക് ഇതിപ്പോൾ കാവിൽപ്പുഴയിടത്തിൽ ബീച്ചേട്ടൻ, അതായത് മാത്യു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ അവരുടെ ആ വീട് നമുക്കൊന്ന് കാണാം. 2300 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടുണ്ട്. സിറ്റ് ഔട്ടിന് നേരെ ലിവിങ് റൂമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂം കടന്ന് അതിനപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഡൈനിങ് റൂമാണ്. ഡൈനിങ് റൂം അത് സ്റ്റെയറിന് സൈഡിലായിട്ട് അധികം സ്പേസ് കളയാതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് വാഷിംഗ് ഏരിയയും കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, കയറി വരുന്ന എൻട്രൻസ് ഡോറിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് സ്പിരിച്വൽ ഏരിയ കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് രൂപവും മെഴുകുതിരി കത്തിക്കാനുള്ള സൗകര്യമെല്ലാം അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് കളയാതെ നല്ല രീതിയിൽ തന്നെ അത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ്. രണ്ടും അറ്റാച്ച്ഡ് ബെഡ്റൂമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമും അത്യാവശ്യം സ്പേസുള്ള ബാത്റൂമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ നിന്ന് നേരെ കിടക്കുന്നത് മോഡേൺ കിച്ചണിലേക്കാണ്. അത്യാവശ്യം സ്പേസുള്ള കിച്ചണാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
മോഡേൺ കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു ചിമ്മിനി അടുക്കളയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരടുപ്പ് കത്തിക്കാവുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വെളിയിലേക്കാണ് വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെയ്തിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും 3 കളറുണ്ട്. ടോപ്പ്, വാമം, വൈറ്റ്, ന്യൂട്രൽ 3 കളറുണ്ട്. ടച്ച് ചെയ്താൽ തന്നെ ഓഫ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ കാഴ്ചകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. സെക്കൻഡ് ഫ്ലോറിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കാണാം ഒരു ബാൽക്കണി ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെളിയിലിറങ്ങിയിരിക്കാനുള്ള സ്പേസിൽ നല്ല രീതിയിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡോറുകളെല്ലാം തേക്കിൻ്റെ തടി ഉപയോഗിച്ചാണ് 2 ഡോറുകളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഡിസൈൻഡായിട്ടാണ് എല്ലാ ഡോറുകളും തന്നെ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂം ആണുള്ളത്. 2ഉം അറ്റാച്ച്ഡാണ്. താഴത്തെ അതേ അളവിൽ തന്നെയാണ് മുകളിലത്തെ ബെഡ്റൂമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ലൈബ്രറി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ടാം നിലയിൽ നിന്ന് വെളിയിലേക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു കവേർഡ് ടെറസാണുള്ളത്. ടോപ്പ് ഗ്ലാസ് ടോപ്പൊക്കെ ഇട്ട് ഒരു ടെറസാണ്.
അപ്പോൾ സുഹൃത്തുക്കളെ, വീടിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്ദു ബിൽഡേഴ്സാണ് ഇതിൻ്റെ എല്ലാ മേഖലകളിലും, കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ളത്. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നതാണ്, അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ കൊടുങ്ങൂർ ആസ്ഥാനമായിട്ടാണ് അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. കട്ടപ്പനയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ബൈ.